ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു സിമ്പിളായിട്ടൊരു വാൾ ഹാങ്ങിങ് ആണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ വേസ്റ്റാക്കി കളയുന്ന കാർഡ്ബോർഡും ഒക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു വാൾ ഹാങ്ങിങ് ആണ് കേട്ടോ. ഒരു ദീപാവലി സ്പെഷ്യലായിട്ട് പിന്നെ നമുക്കെപ്പോഴും വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വാൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കാർഡ്ബോർഡിൽ നിന്ന് ചെറിയ ഒരു 2 സ്ക്വയർ പീസസ് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ക്യാൻവാസ് ഷീറ്റ് ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാൻവാസ് ഷീറ്റിന് ചെറിയൊരു ഇതിൽ സൈസിലൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാൻവാസ് ഷീറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാർട്ട് പേപ്പർ അല്ലെങ്കിൽ A4 ഷീറ്റിൻ്റെ വൈറ്റ് പേപ്പറൊക്കെ യൂസ് ചെയ്താലും മതി. എന്നിട്ട് നമ്മൾ ആ ഒരു പീസസ് നമ്മൾ ഈ ഒരു കാർഡ്ബോർഡിലേക്ക് ഒന്ന് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമുക്കിത് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കാർഡ്ബോർഡിൽ നേരിട്ട് പെയിൻറ്റ് ചെയ്യുമ്പോൾ അത്രക്കൊരു ഭംഗി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഇതുപോലെ A4 ഷീറ്റ് പേപ്പറോ അല്ലെങ്കിൽ ക്യാൻവാസ് പേപ്പറൊക്കെ വെച്ചിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മളിത് രണ്ടൊന്നും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് നല്ലൊരു ക്യാൻവാസിൻ്റെ ഒരു കുഞ്ഞ് ക്യാൻവാസ് ബോർഡ് പോലെയാട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മളിതിൽ മേലെ ജസ്റ്റ് ഒന്നിങ്ങനെ വൈറ്റ് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബേസ് കോട്ടായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പുറത്ത് പടക്കം പൊട്ടുന്ന സൗണ്ടാണ് കേട്ടോ. ഞാൻ കുറേ അത് സൗണ്ട് ഇങ്ങനെ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി അത് കാര്യമില്ല, ഒരുപാട് സമയം ഉണ്ടാവും, ഇത് കൂടി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് മൈൻഡ് ചെയ്യാത്തത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കേൾക്കാം കേട്ടോ ഒരു പടക്കം പൊട്ടുന്ന സൗണ്ട്. അപ്പോൾ ഞാൻ വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് ഈ ഒരു ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്നിങ്ങനെ ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒരു കോട്ടൊന്നിങ്ങനെ ബേസ് കോട്ട് അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കളർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്രോം യെല്ലോ ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഒരു ബോർഡ് ഒന്നിങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കോട്ട് പെയിൻറ്റ് ചെയ്താൽ മതി. ഇനി തീരെ ഒരു കവറിങ് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം സെക്കൻഡ് കോട്ട് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അടുത്ത ഒരു ബോർഡിലേക്ക് ഞാനിവിടെ ഓറഞ്ച് കളറാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കളേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഞാൻ കുറച്ച് നല്ലൊരു ദിവാലി സ്പെഷ്യലും പിന്നെ ഒരു നല്ലൊരു അട്രാക്ഷനൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് യെല്ലോ കളറും ഓറഞ്ച് കളറും എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓൾറെഡി 2 കളറും കൂടെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റെഡ് കളർ പിന്നെ അതുപോലെ റോയൽ ബ്ലൂ കളറും കൂടെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ 4 ക്യാൻവാസ് ബോർഡ് പോലെയാണ് ചെയ്തെടുത്തുള്ളത്, കാർഡ്ബോർഡും പേപ്പറൊക്കെ യൂസ് ചെയ്തിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോളാണ് എടുക്കുന്നത്. പിന്നെ അതുപോലെ ഞാൻ കുറച്ച് സ്റ്റോൺസ് ആണ് എടുത്തിട്ടുള്ളത്, വൈറ്റ് കളർ സ്റ്റോൺസ് ഇല്ലേ. അപ്പോൾ അതിന് പകരം നിങ്ങളെ കയ്യിൽ മിററൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു ലിപ്പാൻ ആർട്ട് ആ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലിപ്പാൻ ആർട്ടൊക്കെ പൊതുവേ മിറേഴ്സാണ് യൂസ് ചെയ്യുക. അപ്പോൾ എൻ്റെ കയ്യിൽ മിറേഴ്സ് കുറച്ച് വലിയ ടൈപ്പ് മാത്രമേ കുറച്ചും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ സ്റ്റോൺസ് ഒരുപാടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാനൊരു ക്യാൻഡിൽ ഹോൾഡർ പോലെയാണ് ഈ ഓറഞ്ച് കളർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ക്യാൻഡിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ആ ഒരു നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കുമ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് നടുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിന് ചുറ്റും ഞാൻ ഈ ഒരു സ്റ്റോൺസ് ഒന്ന് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് അതെടുത്ത് മാറ്റാം. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പെൻസിൽ വെച്ചിട്ടൊന്നിങ്ങനെ റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ചെടുത്തിട്ട് അതിന് ചുറ്റും ഒന്ന് ഒട്ടിച്ചെടുത്താലും മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ കയ്യിലൊരു അങ്ങനെ ഒരു എന്താ പറയുക ഡ്രോപ്പിൻ്റെ ഒരു ഷേപ്പിലുള്ള ഒരു സ്റ്റോൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് ഇങ്ങനെ ഓരോ കോർണറിൽ 3 വെച്ചിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി സെറ്റാക്കി വെച്ചായിരുന്നു കേട്ടോ. പക്ഷേ ഒട്ടിച്ച് ഇങ്ങനെ വന്ന സമയത്താണ് 2 മിസ്സിങ് ആണ്. മോൾ അവിടെ ഇങ്ങനെ കുറേ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവൾ എവിടെയോ കൊണ്ടുപോയി അത് കളഞ്ഞു. എൻ്റെ കയ്യിൽ പിന്നെ വേറെ ഇല്ലായിരുന്നു കേട്ടോ. ഇത് ഞാനൊരു പഴയ ഡ്രസ്സിന് മുമ്പേ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചതായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ കിട്ടുകയാണെങ്കിൽ ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് ആ ഒരു സൈഡിൽ മാത്രം ഒട്ടിച്ചിട്ടൊന്നിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു യെല്ലോ കളറിലേക്കൊന്ന് ബാക്കി വർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ യെല്ലോ കളറിലേക്ക് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ടൈപ്പിൽ ഇലക്ട്രിക് ആയിട്ടുള്ള ഒരു ക്യാൻഡിലിൻ്റെ ഇല്ലേ, അപ്പോൾ അത് ഞാനൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൗണ്ട് ഷേപ്പ് കിട്ടാത്തതുകൊണ്ട് ഇനി ഒരു ഹാർട്ട് ഷേപ്പിലുള്ളതാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഒരു വൈറ്റ് കളർ സ്റ്റോൺസ് ഒട്ടിച്ചല്ലോ റൗണ്ടായിട്ട്, അപ്പോൾ അതുപോലെ ഞാനൊരു ഹാർട്ട് ഷേപ്പിന് ചുറ്റുമായിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഒരു ഓറഞ്ചിന് ചെയ്ത പോലെ തന്നെ ഞാൻ ഈ യെല്ലോ കളറിൻ്റെ 4 കോർണറിൽ ഇതുപോലെ ഓരോ സ്റ്റോൺസ് ആയിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓറഞ്ച് കളർ 3D ഔട്ട്ലൈനർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ആ ഒരു കോർണറിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ഓരോ സ്റ്റോൺസിനും ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഹാർട്ട് ഷേപ്പ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ അതിന് ഇതുപോലെ ഒന്നിങ്ങനെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ആ സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഡിസൈൻ ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്തതാണ് കേട്ടോ. ഈ ഒരു 3D ഔട്ട്ലൈനറൊക്കെ ആകുമ്പോൾ ഡ്രൈ ആകുന്ന സമയത്തൊക്കെ ഇങ്ങനെ കുറച്ചൊരു പൊങ്ങി നിൽക്കുകയും ചെയ്യും, നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ കളേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു സെയിം കളർ വെച്ചിട്ടൊന്നിങ്ങനെ കുറച്ച് ഡിസൈൻസൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ബ്ലൂ കളറാണ് കേട്ടോ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഞാനൊരു മിററാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ മിറേഴ്സ് എൻ്റെ കയ്യിൽ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ചുറ്റും ഈ ഒരു ഓറഞ്ച് കളർ വെച്ചിട്ടൊന്ന് റൗണ്ടായിട്ട് വരച്ചു കൊടുത്തു. പിന്നെ 2 സൈഡിലായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡോട്ട് ഇട്ടുള്ള ഫ്ലവേഴ്സ്, പിന്നെ അതിനനുസരിച്ച് ഒരു ആർച്ച് പോലെ, അപ്പോൾ അങ്ങനെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഡിസൈനൊന്നും പ്രത്യേകിച്ച് എവിടെയും നോക്കിയിട്ടല്ല കേട്ടോ. നമുക്കിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളെ കയ്യിൽ ഇപ്പോൾ ആകെ ആ ഒരു ഓറഞ്ച് കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് കളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാമായിരുന്നു. ആ ഒരു ഓറഞ്ച് കളർ മാത്രമായതുകൊണ്ട് അത് വെച്ചിട്ടും പിന്നെ കുറച്ച് സ്റ്റോൺസ് ഞാൻ പറഞ്ഞില്ല കുറേ ഉണ്ടെന്ന്. അപ്പോൾ അതും രണ്ടും കൂടെ വെച്ചിട്ട് ഒന്നിങ്ങനെ സിമ്പിളായിട്ട് കുറച്ച് ഡോട്ടും കുറച്ച് ലൈൻസൊക്കെ വെച്ചിട്ട് അതൊക്കെ നമ്മളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ഒന്നിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഡിസൈന് നമ്മൾ അത്ര ഭയങ്കര സംഭവമായിട്ടുള്ള ഡിസൈനൊന്നുമല്ല ചെയ്തത്. പക്ഷേ ആ ഒരു ഓറഞ്ച് കളറും ആ ഒരു സിൽവർ കളർ സ്റ്റോൺസൊക്കെ ഒരു ബ്ലൂയിലേക്ക് നല്ലൊരു മാച്ചിങ് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തെടുത്തു. ചെയ്ത് കഴിഞ്ഞപ്പം കറക്റ്റായിട്ട് നമ്മൾ ഈ സെൽവാറിൻ്റെ ഒക്കെ ഒരു നെക്കിൻ്റെ അവിടെയൊക്കെ ഡിസൈനില്ലേ, അപ്പോൾ അതുപോലെയൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. എനിക്കും കറക്റ്റ് അങ്ങനെ തന്നെ തോന്നി. മോളും ഇവിടുന്ന് പറഞ്ഞു അതുപോലെ തന്നെ തോന്നുന്നുണ്ടെന്ന്. അപ്പോൾ ഏകദേശം ഞാൻ ആ ഒരു ബ്ലൂ കളറും ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു അട്രാക്ഷനുള്ള കളറൊക്കെ ആകുമ്പം ആ ഒരു കളറിൻ്റെ കൂടെയൊക്കെ ഒരു മാച്ചിങ് ആയിട്ട് വരും. ഇനി അടുത്തായിട്ട് നമ്മൾ ആ ഒരു റെഡ് കളറിലേക്കാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൽ ഞാനിങ്ങനെ സ്റ്റോൺസ് ചെയ്യുന്നില്ല, എല്ലാത്തിലും കൂടെ സ്റ്റോൺ ചെയ്യുമ്പോൾ ആകെ ഒരു ബോറായിട്ട് വരും. അപ്പോൾ അതിലേക്ക് ഞാൻ ഇതുപോലെ ആദ്യം ഒരു റൗണ്ട് ഷേപ്പ് ആയിട്ടൊന്നും ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ആ റൗണ്ട് വരച്ചെടുത്തു. പിന്നെ അതിന് ഓരോ കുഞ്ഞു കുഞ്ഞു ട്രയാങ്കിൾസ് പോലെ ചെയ്തെടുത്തു. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു ട്രയാങ്കിൾ. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ഒരു ഡിസൈനില്ലേ, എന്തായിരുന്നു ആ ഡിസൈനിൻ്റെ പേര്, ആ ഒരു വാർലി ആർട്ടില്ലേ, കുറച്ച് ആളുകളൊക്കെ പോലെ വെച്ചിട്ടുള്ള ആ ഒരു ഡിസൈൻ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഗൂഗിളിൽ ആ ഒരു ഇമേജ് നോക്കിയ സമയത്ത് അങ്ങനെയുള്ള കുറച്ച് ഡിസൈൻസൊക്കെ കാണുമല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അതിൽ കുറച്ച് ആ ഒരു പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ തോന്നുന്ന രീതിയിൽ ആ ഒരു തലയുടെ ഭാഗത്തൊക്കെ ഡിസൈൻ കണ്ടാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തു. പിന്നെ അതിനൊരു ബോർഡറൊക്കെ ഇങ്ങനെ ചെയ്തെടുത്തു. അപ്പോൾ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കും ഈ വാർലി ആർട്ട് ഒന്ന് ചെയ്തിട്ട് പഠിക്കണം എന്നുള്ളത്. പക്ഷേ ഇങ്ങനെ ആ ഒരു റെഡിലേക്ക് ആ വൈറ്റ് വന്നിട്ട് നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഞാൻ അതുപോലെ തന്നെ അതിന് ഒരു നടുക്ക് ഒരു മിററും കൂടി വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ ഒരു അടിപൊളിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആ ഒരു 3D ഔട്ട്ലൈനറൊക്കെ നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. നമ്മൾ ആ ഒരു സ്റ്റോൺസൊക്കെ നന്നായിട്ട് സ്റ്റിക്കായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു നല്ല കളർഫുള്ളായിട്ടാണ് വന്നത്. ഒരുപാട് വലിയ സംഭവമായിട്ടൊന്നുമില്ല, ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾ കുറച്ച് സ്റ്റോൺസും ഒരു 3D ഔട്ട്ലൈനറും മാത്രം വെച്ച് ഡിസൈൻ ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. എന്നാലും നല്ലൊരു കളറൊക്കെ ആയതുകൊണ്ട് പിന്നെ ആ ഒരു ഷേപ്പൊക്കെ ആയിട്ട് വന്നിട്ട് നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ. എനിക്ക് തോന്നുന്നു ഒരു വാർലി ആർട്ട് നമ്മൾ ചെയ്തെടുത്തപ്പോഴാണ് ഇതിലേക്ക് കുറച്ചുകൂടി ഒരു അട്രാക്ഷൻ ആയിട്ട് വരുന്നത്. അല്ലാതെ 4 നമ്മൾ ഇതുപോലെ ഒരു സ്റ്റോൺസ് വെച്ച് ചെയ്തിരുന്നെങ്കിൽ ഭയങ്കര ബോറായി പോയെന്ന് എനിക്ക് തോന്നാം. ശരിക്കും ഒരു വാൾ ആർട്ട് മാത്രം ആ വാർലി ആർട്ട് മാത്രം വെച്ചിട്ട് തന്നെ നമ്മളിങ്ങനെ കുറച്ച് പീസസ് ചെയ്തെടുത്താൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു ഭംഗിയായിരിക്കുന്നു. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ പിന്നീട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാനിതിലേക്ക് ജസ്റ്റ് ആ ഒരു ക്യാൻഡിലൊക്കെ വെച്ചിട്ടൊന്നിങ്ങനെ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ ക്യാൻഡിൽ ഹോൾഡറായിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ദിവാലി സ്പെഷ്യലായിട്ടും ഒക്കെ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ജസ്റ്റ് ആ ഒരു ക്യാൻഡിലൊക്കെ വെച്ചിട്ട് ചെയ്തെടുത്തു. പക്ഷേ ഞാൻ വിചാരിച്ചു ഇങ്ങനെ വെക്കുന്ന സമയത്ത് മോളൊക്കെ അതെടുത്ത് ഫുള്ള് ആ സ്റ്റോൺസൊക്കെ പറിച്ചെടുക്കും. അപ്പോൾ പിന്നെ വോളിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടാൽ നല്ലൊരു ഭംഗിയായിരിക്കും. ഈ ഒരു ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ക്യാൻഡിൽ എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ നമ്മൾ ഓരോ ക്രാഫ്റ്റിലൊക്കെ യൂസ് ചെയ്യുന്നത് കാണാം. പക്ഷേ എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ ഞാനിത് ഇപ്പോൾ 2-3 ഷോപ്പിലിപ്പം പോയി നോക്കിയിട്ട് എനിക്ക് ആകെ ഒരൊറ്റ ഒന്ന് കിട്ടിയിട്ടുള്ളൂ. റൗണ്ട് ഷേപ്പ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് തന്നെ 25 റുപ്പീസാണ് റേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റൗണ്ട് ഷേപ്പ് ഉണ്ടോ, അതിന് എത്ര റേറ്റ്, അതൊക്കെ ഒന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനപ്പോൾ ഇത് വാളിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് ഒരു ക്യാൻഡിലൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ബാക്കിൽ ഒരു ത്രെഡൊക്കെ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഹാങ് ചെയ്തിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളതെങ്ങനെയാണ് വെക്കേണ്ടത് നോക്കാം. അപ്പോൾ നമ്മൾ 3 ഡിസൈൻ ഏകദേശം ഒരു കോർണർ ഒരു ടൈപ്പായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ആ ഒരു ബ്ലൂ കളറിൽ അങ്ങനെ ചെയ്യുമ്പോൾ അത്രക്കൊരു ഭംഗി ഉണ്ടാവില്ല. അതിങ്ങനെ ഇതുപോലെ വെക്കുമ്പോൾ കേട്ടോ ഒരു ഭംഗി ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിങ്ങനെ മേലെ ഇങ്ങനെ വെക്കുന്ന രീതിയിലും പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന് താഴോട്ടായിട്ട് ഇങ്ങനെ ഒരു കോർണർ രീതിയിലും അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ബാക്കിൽ ഇങ്ങനത്തെ ഇതുപോലെ ഒരു വൈറ്റ് കളർ ത്രെഡ്, ഇനിയിപ്പോൾ അതിന് പകരം നിങ്ങളുടെ കയ്യിൽ ജൂട്ട് ത്രെഡോ അല്ലെങ്കിൽ വൂളൻ ത്രെഡോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കമ്പൊക്കെ വെച്ചാലും മതി കേട്ടോ. പക്ഷേ ഇങ്ങനെ നല്ല സ്റ്റഡി ആയിട്ടായിരിക്കും നിൽക്കുക. അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ ഇതെല്ലാം ഒട്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ ഇങ്ങനെ ആദ്യം ഒന്ന് ഇങ്ങനെ മേലെ മാത്രം ആ ഒരു സ്ക്വയർ ടൈപ്പിൽ പിന്നെ താഴോട്ട് കോർണർ അങ്ങനെ വെച്ചാൽ അത്രയ്ക്ക് ഒരു ഭംഗി ഉണ്ടാവില്ലെന്ന് തോന്നി. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു വാർലി ആർട്ട് ചെയ്തതും ആ ഒരു ബ്ലൂ കളറും അങ്ങനെ വെച്ചു. ബാക്കിയുള്ള 2 ഇങ്ങനെ ആ ഒരു കോർണറിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് അതിൻ്റെ താഴെ എൻ്റെ കയ്യിലൊരു ഗോൾഡൻ കളർ ടാസൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ കാർഡ്ബോർഡ് വെച്ചിട്ടുള്ള ഒരു വാൾ ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ലുക്കൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. ഒരുപാട് ഭയങ്കര സംഭവമൊന്നും ആയിട്ടില്ല, എന്നാലും നല്ല കളർഫുള്ളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ലുക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.